എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായില്ലേ? ഒരുക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല രീതിയിലാണ് ആഗോള അയ്യപ്പ സംഘവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ പഴയിടം തിരുമേനിയുടെ കിച്ചണിൽ നിന്ന് വരികയാണ്. ഇവിടെ ഏതാണ്ടൊരു 3000 പേർക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളാണ് ഈ മെയിൻ വേദിയിൽ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ 3000 ഡെലിഗേറ്റ്സും ഒപ്പം തന്നെ സാമുദായിക രംഗത്തു നിന്നുള്ള പ്രമുഖരുമാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ഇത് രജിസ്ട്രേഷൻ ലോബിയാണ്. രജിസ്ട്രേഷനിലേക്ക് ഡെലിഗേറ്റ്സായി എത്തുന്നവരെ അപ്പോൾ ലാപ്ടോപ്പിൽ കൂടി അപ്പോൾ തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി കിറ്റ് ഉൾപ്പെടെ കൈമാറുന്ന രീതിയിലാണ് ഞങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരു 3000-3500 പേര് വന്നാലും സുഭിക്ഷമായി ഇവിടെ ഇരിക്കാൻ കഴിയും. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പം ഡെലിഗേറ്റ്സ് ഒക്കെ എത്തിത്തുടങ്ങിയോ? ഡെലിഗേറ്റ്സ് വൈകുന്നേരത്തോടുകൂടിയേ എത്തിത്തുടങ്ങുള്ളൂ. നാളെ രാവിലെ 6 മണി മുതൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും ഇപ്പോൾ രജിസ്ട്രേഷൻ നടപടികൾ വൈകുന്നേരത്തോടുകൂടി തന്നെ നമ്മൾ ആരംഭിക്കും. ഒഫീഷ്യലായി രജിസ്ട്രേഷൻ തുടങ്ങുന്നത് രാവിലെ 6 മണിക്കാണ്. കൃത്യം ഒരു 8:30-ക്ക് ഒരു ഭജൻ നമ്മളിവിടെ മെയിൻ വേദിയിൽ നടക്കും. 9:30-ക്ക് തന്നെ കൃത്യമായി ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. കാരണം എങ്കിൽ മാത്രമേ നമുക്കൊരു 5 മണിക്ക് ശബരിമലയിലേക്ക് ദർശനത്തിന് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ശബരിമലയിലേക്ക് ദർശനത്തിന് പോകുമ്പോൾ സാധാരണ ദർശനത്തിന് പോകുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ഒരു തടസ്സവും ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലായിരിക്കും ഞങ്ങൾ പ്രതിനിധികളുമായി ദർശനത്തിന് പോകും അല്ലേ? ഉറപ്പായിട്ടും താല്പര്യമുള്ള ആളുകൾ ഇവിടെ ആഗോള അയ്യപ്പ സമൂഹത്തിൽ പങ്കെടുത്തതിന് ശേഷം ശബരിമലയിൽ ദർശനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കും. മറ്റു പേരെത്തുന്ന തീർത്ഥാടകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ബുദ്ധിമുട്ട് വരില്ല. കാരണം ഇതിപ്പോൾ 3000 പേര് ഇതിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഒരു 1500-2000 പേര് മാത്രമേ ശബരിമല ദർശനം നടത്താൻ ആഗ്രഹിക്കുകയുള്ളൂ. അവിടെ 30,000-40,000 പേര് വന്ന് ദർശനം നടത്തി പോകുന്നിടത്ത് ഇതൊരു പ്രശ്നമായി മാറുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഈ ചർച്ച എങ്ങനെയായിരിക്കും പുരോഗമിക്കുന്നത്? മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിന് ശേഷമാണോ സെഷൻസ് നടക്കുക? അതായത് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞാൽ ഈ വേദിയിൽ നടക്കുന്നത് മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. അതിനുശേഷം അതേ സമയത്ത് 2 വേദിയിലായിട്ട് ക്രൗഡ് മാനേജ്മെൻറ്റും പിൽഗ്രിമേജ് ടൂറിസവും ഈ 2 സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റിന് ശേഷമാണ് ഇവിടെ 2 മണിക്ക് വിജയ് യേശുദാസിൻ്റെ നേതൃത്വത്തിൽ ഭക്തിഗാനമേള നടക്കുന്നത്. ആ ഭക്തിഗാനമേള നടക്കുന്ന സമയത്ത് തന്നെ ഒരു കൺസൾട്ടേഷൻ നമ്മളുണ്ടാക്കും എല്ലാം കൂടി. അതൊരു കൺസൾട്ടേറ്റ് നോട്ടായി നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി ഇവിടെ അവതരിപ്പിക്കും. അങ്ങനെയാണ് അതിനുശേഷമാണ് ശബരിമലയിലേക്ക് പോകുന്നത്.